Good morning, ma'am. Good morning, all. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Morning, ma'am. Okay, നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. മെഡിക്കൽ എക്യുപ്മെന്റ്സില് സെൻട്രിഫ്യൂജ് വരെയല്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്? ആണോ? ഓർക്കുന്നുണ്ടോ? ഓവൻ, വാഷിംഗ് മെഷീനൊക്കെ പറഞ്ഞത് സെൻട്രിഫ്യൂജ് വരെയല്ലേ? ഓക്കെ, ഓക്കെ, അടുത്ത എക്യുപ്മെന്റിലേക്ക് പോകാം. നെക്സ്റ്റ് ആണ് മിനി റോട്ടറി ഷേക്ക്. ഷേക്ക് ഓർമ്മതാണോ അല്ലെ എല്ലാവർക്കും? മിനി റോട്ടറി ഷേക്ക് പിക്ചർ നോക്കാം കേട്ടോ. ഏകദേശം ഷേക്ക് അടിക്കുന്ന അല്ലെങ്കിൽ ഷേക്ക് കുടിക്കുന്ന ഗ്ലാസ് ഒക്കെ പോലെ തന്നെയുണ്ട് അല്ലെ? ചെറിയ ഗ്ലാസ് ജാറുകൾ പോലെയാണ് കാണുന്നത്. ഷേക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അർത്ഥം എന്താ? ഷേക്ക് ചെയ്യുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ മീനിങ്? ഷേക്ക് ചെയ്യുക. നമ്മുടെ മലയാളത്തിൽ എന്താ പറയാ ഷേക്ക് ചെയ്യുന്നതിനെ? ഷേക്ക് ചെയ്യുന്നതിന് എന്താ പറയാ? മിക്സ് ചെയ്യുക, കുലുക്കുക അല്ലെ? മിക്സ് ചെയ്യുക എന്നൊക്കെ പറയും. ആ സെയിം ഒരു അർത്ഥം തന്നെയാണ് ഇവിടെ വരുന്നത്. നോക്കാം, മിനി റോട്ടറി ഷേക്ക്. It helps to mix fluids in test tube and glass vessels of different volumes. Underline here. It helps to mix fluids, test tube and glass vessels. ഗ്ലാസ് വെസൽസുകളിലും അതുപോലെ തന്നെ ടെസ്റ്റ് ട്യൂബുകളിലും ഈ ഫ്ലൂയിഡ്സുകൾ, അതായത് മറ്റു ദ്രാവകങ്ങളെ ഡിഫറെന്റ് വോളിയം, പല വോളിയത്തിലുള്ള ദ്രാവകങ്ങളെ മിക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മിനി റോട്ടറി ഷേക്ക് ഉപയോഗിക്കുന്നത്. മിക്സ് ചെയ്യുക, ഷേക്ക് ചെയ്യുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്സ് ചെയ്യുക എന്നുള്ളത് അർത്ഥമാണ്. അപ്പൊ ആ ഒരു കാര്യം ആലോചിക്കുക. മിക്സ് ഫ്ലൂയിഡ്സ് ഇൻ ദ ടെസ്റ്റ് ട്യൂബ് ആൻഡ് ഗ്ലാസ് വെസൽസ് ഓഫ് ഡിഫറെന്റ് വോളിയംസ്. These shakers find applications. അണ്ടർലൈൻ ചെയ്യാൻ എവിടേക്കാണ് ഇങ്ങനെയുള്ള ഒരു മിനി റോട്ടറി ഷേക്ക് കാണപ്പെടുന്നത്? പാത്തോളജി, മൈക്രോബയോളജി, കെമിസ്ട്രി ആൻഡ് മോളിക്കുലാർ ബയോളജി. പാത്തോളജി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇസ് ദ സ്റ്റഡി ഓഫ്, പെട്ടെന്ന് പറയാം, പാത്തോളജി ഇസ് ദ സ്റ്റഡി ഓഫ്, ബാക്കിയില്ല. പാത്തോളജി ഇസ് ദ സ്റ്റഡി ഓഫ്, എന്തിനെ കുറിച്ചുള്ള പഠനമാണ് പാത്തോളജി? ആർക്കറിയില്ല? ഡിസീസ് അല്ലെ, രോഗങ്ങളെ കുറിച്ചുള്ള പഠനം നമ്മൾ കുറെ പഠിച്ചത് ഓർക്കുന്നുണ്ടോ ലബോറട്ടറിയില്? എല്ലാവരും മറന്നിരിക്കണോ? മൈക്രോബയോളജി, മൈക്രോളജി, വൈറോളജി, ഫംഗോളജി, ഇതൊക്കെ പഠിച്ചത് ഓർമ്മയുണ്ടോ? ഇതൊക്കെ അപ്പൊ പഠിച്ചിട്ട് നമ്മൾ മറന്നു വെച്ചിരിക്കുന്ന കാര്യങ്ങളാണല്ലേ? ഓക്കെ, അപ്പൊ ഇടക്കിടക്ക് ഞാൻ ചോദിക്കാണ്ട് ഇങ്ങനെ പാത്തോളജി അല്ലെ, രോഗങ്ങളെ കുറിച്ചുള്ള പഠനം. മൈക്രോബയോളജി, ചെറിയ സൂക്ഷ്മ ജീവികളെ കുറിച്ചിട്ടുള്ളത്. കെമിസ്ട്രി, മോളിക്കുലാർ ബയോളജി, തന്മാത്രകളെ കുറിച്ചുള്ള പഠനം അല്ലെ? മറന്നിട്ടില്ല. ഓക്കെ, അങ്ങനെ മറക്കാൻ പാടില്ല. നമുക്ക് വീണ്ടും വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ എക്സാമിന് വേണ്ടി മാത്രമല്ല, നമുക്കൊരു ജോലിയിലേക്കും കൂടി വേണം. ഓക്കെ, അപ്പോ മിനി റോട്ടറി ഷേക്ക് ക്ലിയർ ആണല്ലോ? നമ്മൾ ടെസ്റ്റ് ട്യൂബില് ഫ്ലൂയിഡ്സിനെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മിനി റോട്ടറി ഷേക്ക് ഉപയോഗിക്കുന്നത്. ദെൻ ഇത് കൂടുതലായിട്ടും ആപ്ലിക്കബിൾ ചെയ്യുന്നത് പാത്തോളജി, മൈക്രോബയോളജി, കെമിസ്ട്രി ആൻഡ് മോളിക്കുലാർ ബയോളജി. ഓക്കെ, അത്രേ ഉള്ളൂ. ചെറിയൊരു എക്യുപ്മെന്റ് ആണേ. Then next equipment, treadmill. Cardiac stress test എന്ന് നമുക്ക് പറയാം. പിക്ചർ നോക്കാം കേട്ടോ. ഈ പിക്ചർ എവിടെയെങ്കിലും കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടോ? ട്രെഡ്മില്ല് എന്തിനു വേണ്ടിയിട്ടാണിത്? ഫോർ വാട്ട്? എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്? ട്രെഡ്മില്ല് അല്ലെങ്കിൽ ഒരു എക്സസൈസ് ആണ് അല്ലെ? നമ്മളുടെ ബോഡിക്ക് വേണ്ട ഒരു എക്സസൈസ് ആണ് ഇതിലൂടെ ചെയ്യുന്നത്. എപ്പോഴൊക്കെയാണ് നമുക്ക് ഇങ്ങനെ ഒരു എക്സസൈസ് ആവശ്യമായിട്ട് വരുന്നത്? എപ്പോഴാണ് ഒരു മനുഷ്യന് എക്സസൈസിന്റെ ആവശ്യകത തോന്നുന്നത്? എപ്പോഴാണ്? BP ഒക്കെ നോർമൽ ആക്കാൻ വേണ്ടി നമുക്ക് എക്സസൈസ് ചെയ്യാം. ദെൻ നമ്മുടെ ബോഡിയിലെ ഫാറ്റ് കൂടുമ്പോഴും കലോറിയൊക്കെ കൂടി അല്ലെ, അങ്ങനെയൊക്കെ വരുമ്പോഴും നമുക്ക് വെയിറ്റ് കൂടുമ്പോ, നമ്മുടെ ഫാറ്റ് കൂടുമ്പോ അതനുസരിച്ചിട്ട് നമുക്ക് ബുദ്ധിമുട്ടുകൾ വരും അല്ലെ? ഹെൽത്ത് ഇഷ്യൂസ് വരും. അധികം നടക്കാൻ പറ്റില്ല, അധികം ഓടാൻ പറ്റില്ല, അപ്പോഴേക്കും കിടപ്പ് വരും അല്ലെ? അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് വേർക്കുന്ന ഒരു അവസ്ഥ. അത്തരത്തിലുള്ള സിറ്റുവേഷൻസിലാണ് നമ്മൾ ഇങ്ങനെയുള്ള ഒരു എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നത്. നോക്കാം. ഓൾസോ നോൺ ആസ് കാർഡിയാക് സ്ട്രെസ് ടെസ്റ്റ്. അണ്ടർലൈൻ ചെയ്യാം. ട്രെഡ്മില്ലിനെ തന്നെയാണ് നമ്മൾ പറയുന്നത് കാർഡിയാക് സ്ട്രെസ് ടെസ്റ്റ്. അതായത് ഹൃദയ സമ്മർദ്ദ പരിശോധന. നമ്മുടെ ഹൃദയത്തിന്റെ ഹാർട്ടിന്റെ സമ്മർദ്ദമാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്.
This is a cardiological test. ഇതൊരു cardiological test ആണ്. Cardiology എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? Related to heart. That evaluates the heart's capacity to respond to external stress in controlled clinical environment. Underline ചെയ്യാട്ടോ. Heart's capacity main point ആണ്. നമ്മുടെ ഹൃദയത്തിന്റെ കപ്പാസിറ്റി നമ്മൾ എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ അളക്കുന്നതാണ് ഈ ട്രേഡ്മില്ലിലൂടെ ചെയ്യുന്നത്. കൺട്രോൾഡ് ക്ലിനിക്കൽ എൻവയോൺമെന്റ്, പുറമേയുള്ള ബാഹ്യ സമ്മർദ്ദങ്ങളോട് പ്രതികരിക്കാനുള്ള, നമുക്ക് ഓടാനും ചാടാനും എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുള്ള ബാഹ്യ സമ്മർദ്ദങ്ങൾ. ഓക്കെ, എക്സ്റ്റേണൽ സ്ട്രെസ്, ബാഹ്യ സമ്മർദ്ദങ്ങളോടുള്ള പ്രതികരിക്കാനായിട്ടുള്ള നമ്മളുടെ ഹൃദയത്തിന്റെ കപ്പാസിറ്റി അല്ലെ, അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിന്റെ കഴിവ്. നമ്മൾ പറയും ഭയങ്കരമായിട്ട് ഫാറ്റ് ഒക്കെ വെക്കുമ്പോഴേ അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ ഒരു ഓടി ഇപ്പൊ ഒരു ചെറിയൊരു നമ്മളൊരു എന്താ പറയാ ഇപ്പൊ മലമുകള് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ചെറിയൊരു കേറ്റൻ പ്രദേശം അങ്ങനെയൊക്കെ ആണെങ്കിൽ നോർമൽ വലിയ ഫാറ്റ് ഒന്നും ഇല്ലാത്തൊരു ആളാണെങ്കിൽ നല്ല സിമ്പിൾ ആയിട്ട് ഓടി ചാടി കയറി ഇറങ്ങാൻ പറ്റും ഇല്ലേ. പക്ഷെ അതേസമയം നിങ്ങൾ ഓർക്കുക, ഭയങ്കര ഫാറ്റ് ഒക്കെയാണ്, ഒട്ടും തീരെ ബോഡി ഒരു സ്ട്രോങ് അല്ലാത്തൊരു ബോഡി ആണെങ്കിൽ അത്തരത്തിലുള്ളവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇല്ലേ. ഭയങ്കര കിതപ്പായിരിക്കും, പുറത്ത് ചിലപ്പോൾ ഒരു 2 സ്റ്റെപ്പ് നടക്കുമ്പോഴേക്കും ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യും അല്ലെ. സോ ഇതാണ് നമ്മൾ പറയുന്നത് എക്സ്റ്റേണൽ സ്ട്രെസ്, ബാഹ്യ സമ്മർദ്ദങ്ങളോട് നമ്മുടെ ഹാർട്ടിന് പ്രതികരിക്കാനായിട്ടുള്ള കഴിവ്. ഈ കഴിവിനെയാണ് നമ്മൾ ട്രേഡ്മില്ല് അല്ലെങ്കിൽ ഈ ഒരു കാർഡിയാക് സ്ട്രെസ്സിലൂടെ ചെയ്യുന്നത്. ഓക്കെ, the stress response is perceived by excite or by drug stimulation അല്ലെ. അതായത് ഈ ഒരു ബാഹ്യ അതിന്റെ റെസ്പോൺസ് ചെയ്യുന്നത് ഇങ്ങനെ നമുക്ക് എക്സസൈസിലൂടെ നമുക്ക് മാറ്റാം അല്ലെ, അല്ലെങ്കിൽ അതുപോലെ തന്നെ ഡ്രഗ് സ്റ്റിമുലേഷനും മെഡിസിൻസും കാര്യങ്ങളൊക്കെ അതിനൊപ്പം തന്നെ കഴിക്കുന്നുണ്ടാവും. ഇപ്പോ ഫാറ്റിന്റെ കാരണങ്ങൾ പല കാരണങ്ങളായിക്കൂടെ ആൾക്ക് ബോഡി വെയിറ്റ് കൂടുന്നത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാകാം. നമ്മൾ കഴിക്കുന്ന ഫുഡിന്റെ കൊണ്ട് മാത്രം വെയിറ്റ് വരാറുണ്ടോ? ആണോ? അങ്ങനെയാണോ? നമ്മൾ കഴിക്കുന്ന ഫുഡിന്റെ അനുസരിച്ച് മാത്രമാണോ വെയിറ്റ് കൂടുന്നത്? ഇപ്പൊ തൈറോയിഡിന്റെ പ്രോബ്ലംസ് ഉള്ളവർക്ക് വെയിറ്റ് കൂടാം. ദെൻ ഹോർമോൺ ചേഞ്ചസ് അല്ലെ, പല ഹ്യൂമൻ ബോഡീസിലും പല ഡിഫറെന്റ് ടൈപ്പിലുള്ള ഹോർമോൺസ് ആണ്. അപ്പോ ഈ ഹോർമോൺസിന്റെ ഏറ്റക്കുറവ് മൂലം സംഭവിക്കാം. ആസ്മ, ഓക്കെ, ആസ്മ എന്തുകൊണ്ടാണ് ആസ്മ ഉള്ള പേഷ്യൻസിന് അങ്ങനെ പറയുന്നത്? എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ആസ്മ പേഷ്യൻസിന് അതുപോലെ അവർക്ക് ബോഡി ചിലപ്പോ അവരുടെ ബോഡി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നോർമൽ വണ്ണം വെക്കുന്ന അങ്ങനത്തെ ഒരു പ്രകൃതമല്ല, ഒരു ചീർപ്പ് പോലെയാണ് ശരീരത്തിന് അല്ലെ. അതായത് ഒരു വീർത്തിരിക്കുന്ന ഒരു അവസ്ഥ, അത് ആസ്മയ്ക്ക് അവർ കഴിക്കുന്ന മെഡിസിന്റെ അതുകൊണ്ട് മൂലമാണ് ആ ബോഡിയിൽ അത് മാറ്റം വരുന്നത് അല്ലെ. മരുന്നിന്റെ ഇഫക്റ്റ് ആണ്. മരുന്നിന്റെ ഇഫക്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആസ്മ അലർജിക്കൊക്കെ സ്റ്റീറോയിഡ് ഉള്ള മരുന്നാണ്, മെഡിസിൻസ് ആണ് കൂടുതൽ കഴിക്കുന്നത്. ഈ സ്റ്റീറോയിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തില് ഭയങ്കരമായിട്ട് നമുക്ക് എന്താ പറയാ, നമ്മുടെ നോർമൽ ഒരു ബോഡി ഒരു ചീർപ്പ് വരും നമ്മുടെ ശരീരത്തിന്, ഒരു മീൻസ് ഒരു എന്താ പറയാ ഒരു ശരിയായിട്ടുള്ള ഒരു വണ്ണല്ല അത് അല്ലെ. ശരിയായിട്ട് നമ്മൾ ഫുഡ് കഴിച്ചുണ്ടാകുന്ന ഒരു ആരോഗ്യം, നല്ലൊരു ആരോഗ്യമല്ല. ആ ഒരു മെഡിസിന്റെ ഒരു ഇതാണ് ഈ ആസ്മ ഉള്ള പേഷ്യൻസിനും അങ്ങനെയൊക്കെ ബുദ്ധിമുട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെയുള്ളൊരു കാർഡിയാക് സ്ട്രെസ് ടെസ്റ്റ് ട്രേഡ്മില്ലിലൂടെയും അതുപോലെ തന്നെ മെഡിസിൻസ് ഇപ്പൊ മറ്റു നമ്മൾ പറഞ്ഞ ഹോർമോൺ ചേഞ്ചസ് ആണെങ്കിൽ എക്സർസൈസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ എന്ത് ചെയ്യാം, മെഡിസിൻസുകളും കഴിച്ചുകൊണ്ട് നമുക്ക് മാറ്റാനായിട്ട് സാധിക്കുന്നു. ഓക്കെ, ട്രേഡ്മിൽ ക്ലിയർ ആണല്ലോ. ട്രേഡ്മിൽ ഒരു എക്സർസൈസ് ആണ്, അതൊരു വ്യായാമമാണ് അല്ലെ. ഇപ്പൊ ഡെയിലി നടക്കാൻ പോകുന്നവരും മീൻസ് വാക്കിങ്ങിനൊക്കെ പോകുന്നവരൊക്കെ ഉണ്ടാകും. അത് നമ്മുടെ ഒരു ഹ്യൂമൻ ബോഡിയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടുന്ന ഒരു കാര്യമാണ് എന്ത്, എക്സർസൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെ. ഇപ്പൊ നോർമലി എല്ലാവരും തന്നെ ഓൾറെഡി ഇപ്പോ ഫുൾ ടൈം വർക്കിംഗ് ആയവരുണ്ടാകുക അല്ലെ. അപ്പോ ഒരു കുറച്ച് സമയം നമ്മൾ എക്സർസൈസിന് വേണ്ടിയിട്ട് മാറ്റിവെക്കാം. ഓക്കെ, ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് എക്യുപ്മെന്റ് നോക്കാം കേട്ടോ. ഗ്ലൂക്കോമീറ്റർ പിക്ചർ നോക്കാം. ഗ്ലൂക്കോമീറ്റർ എല്ലാവർക്കും ഇപ്പൊ ഓൾറെഡി എല്ലാവരുടെ വീടുകളിലേക്ക് അവൈലബിൾ ആണത് അല്ലെ. എത്ര പേരുടെ വീട്ടിലുണ്ട്? ഷുഗർ ടെസ്റ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഗ്ലൂക്കോമീറ്റർ ഉപയോഗിക്കുന്നത് ഉണ്ട്. ഓക്കെ, മിക്ക വീടുകളിലും ഇപ്പൊ ഷുഗർ പേഷ്യൻസ് ഉള്ള വീടുകളിലാണെങ്കിലും അല്ലെങ്കിലും നമുക്ക് ജസ്റ്റ് നോക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഏറ്റവും മോസ്റ്റ് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഉപകരണമാണ് ഗ്ലൂക്കോമീറ്റർ. ഓക്കെ, കുറച്ച് മിക്കവരുടെ വീട്ടിലുണ്ടെന്ന് പറഞ്ഞു അല്ലെ. അതൊരു മെഡിക്കൽ എക്യുപ്മെന്റ് ആണ് അല്ലെ. എങ്ങനെയാണ് അത് യൂസ് ചെയ്യുന്നവരുണ്ടാണെങ്കിലോ, എങ്ങനെയാണ് അതിന്റെ യൂസസ്? ഇപ്പൊ നിങ്ങളുടെ വീട്ടിലെ മാതാപിതാക്കൾക്ക് പാരന്റ്സിനെ നോക്കി കൊടുക്കാറുണ്ടോ? ഗ്ലൂക്കോമീറ്റർ വെച്ചിട്ട് ചെയ്യാറുണ്ടോ? ഓക്കെ, ചെയ്യാറുണ്ട്. ഓക്കെ, ഒരാളെന്ന് പറയാമോ ഈ ചെയ്തിട്ടുള്ള ആള്? ആർക്ക് പറയാൻ പറ്റും? ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്യാൻ മാത്രം.
ആരുമില്ല. പറയാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒത്തിരി മടിയാണല്ലേ? പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? ഒരാളൊന്ന് കമന്റ് ചെയ്യാമോ? മീൻസ് അത് യൂസ് ചെയ്യുന്നവര് എങ്ങനെയാണ് അതിന്റെ ആ ഒരു പ്രോസസ് എന്ന് ആരുമില്ല? പേര് കറക്റ്റ് ആയിട്ട് അറിയില്ല കേട്ടോ. ഷിയാസ് ഇതിനകത്ത് കാണുന്ന പേരാണ്. ഓക്കെ, ഓക്കെ, ഒരാളൊന്ന് പറയാമോ? ഇത് ധൈര്യത്തോടു കൂടി പറഞ്ഞോളൂ. തെറ്റുണ്ടെങ്കിൽ തെറ്റിക്കോട്ടെ, ഒരു പ്രശ്നമില്ല. നിങ്ങൾക്കൊരു അവസരം അതിലൊരു കാർഡ് ഉണ്ടാവും, ചെറിയൊരു കാർഡ് ആ ഫ്രണ്ടിൽ കാണുന്ന ഒരു പിന്നുണ്ടാവും. പിന്നുണ്ട് നമ്മുടെ വിരലില് നമ്മളൊരു ഇതിടും, ഡോട്ട് എന്താ പറയാ, ചെറുതായിട്ടൊരു ഇതിടും. എന്നിട്ട് അതിൽ നമ്മളെ ബ്ലഡ് വരുമല്ലോ. ആ ബ്ലഡ് അതിലത്തെ കാർഡിന്റെ അതിൽ കാർഡില് ബ്ലഡ് ഒട്ടിക്കാനായിട്ടുള്ള ഒരു പോർഷൻ ഉണ്ടാവും, ഒരു ചെറിയൊരു റൗണ്ട് പോലെ. അതിൽ നമ്മള് ബ്ലഡ് ഒറ്റ തുള്ളി ഒറ്റിക്കും. എന്നിട്ട് ആ മെഷീനിൽ ഈ കാർഡ് അറ്റാച്ച് ചെയ്യുമ്പോൾ അതിലൊരു മോണിറ്റർ ഉണ്ടാവും. മോണിറ്ററിൽ എത്രയാണോ നമ്മുടെ ബ്ലഡിന്റെ ഇത് വെച്ചാൽ അത് കാണിക്കും അളവ്. പറഞ്ഞത് ക്ലിയർ ആണോ? എല്ലാവരും കേട്ടായിരുന്നോ പറഞ്ഞത്? അല്ല, സിമ്പിൾ ആണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ്. നമുക്ക് ഒരു വട്ടം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് നമുക്കത് ചെയ്യാവുന്നേ ഉള്ളൂ. ആള് പറഞ്ഞതുപോലെ തന്നെയാണ്. കാരണം നിങ്ങളോട് ചോദിക്കുമ്പോഴേ നിങ്ങൾ ചെയ്ത ഒരു കാര്യമാകുമ്പോ അത് നിങ്ങൾക്ക് തന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാം, ഇല്ലേ? ഇപ്പൊ ഞാൻ വായിക്കുന്നത് പോലെ തന്നെയാണ് എങ്കിലും മറ്റൊരാളെ നമുക്ക് പറഞ്ഞു തരുമ്പോ അത് നിങ്ങളുടെ ഫ്രണ്ട്സ് തന്നെ നമുക്ക് ഷെയർ ചെയ്യുമ്പോൾ അതൊരു നല്ലൊരു അനുഭവം അല്ലേ? ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിലും ഒരു കുട്ടി ഇതുപോലെ എല്ലാ ഡീറ്റെയിൽ ആയിട്ട് ആ കുട്ടി പറഞ്ഞു. ഓക്കെ, അപ്പോ നോക്കാം. ഇപ്പൊ ആള് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഗ്ലൂക്കോമീറ്റർ നമ്മുടെ ഷുഗർ ലെവൽ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു എക്യുപ്മെന്റ് ഉപയോഗിക്കുന്നത്. ഇന്ന് എല്ലാവരുടെയും വീടുകളിൽ ഇത് കോമൺ ആയിട്ട് ലഭ്യമാണ്, അല്ലെ? A glucose meter is a medical equipment which is used to determine the proper concentration of glucose in the blood. നമ്മുടെ ബ്ലഡിലുള്ള ഗ്ലൂക്കോസിന്റെ കറക്റ്റ് അളവ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ഗ്ലൂക്കോമീറ്റർ. ദാറ്റ്സ് ഷുഗർ ടെസ്റ്റ്. It can also be a piece of glucose paper. അല്ല, നേരത്തെ പറഞ്ഞില്ലേ ഒരു ഗ്ലൂക്കോസ് പേപ്പർ ഉണ്ട്, അതായത് ഒരു പേപ്പർ ഉണ്ടാവുന്നതിനൊപ്പം immersed into a substance and measured to the glucose chart. നമ്മൾ ആ ഒരു മോണിറ്ററിൽ തന്നെ ഒരു നീഡിൽ പോലെയുണ്ട്, ചെറിയൊരു സിറിഞ്ച് എല്ലാവർക്കും ഇങ്ങനെയുള്ള പോലെ. അത് നമ്മളുടെ വിരളിന്റെ തുമ്പത്ത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കുത്തിക്കൊടുക്കും. അപ്പൊ ഒരു ഡ്രോപ്പ് ബ്ലഡ് നമുക്ക് വരും. ഈ ബ്ലഡ് ആണ് നമ്മൾ ആ ഒരു ചാർട്ടിൽ ആ ഒരു ഗ്ലൂക്കോസ് പേപ്പറിൽ നമ്മൾ ചെയ്യുന്നത്. ദെൻ അത് നമ്മൾ ആ ഒരു മെഷീൻസിലോട്ട് കണക്ട് ചെയ്ത് വെക്കുമ്പോൾ കൃത്യമായിട്ടുള്ള അളവ് അത് ഡിജിറ്റലൈസ്ഡ് ആണ് എക്യുപ്മെന്റ്, അല്ലെ? അപ്പോ എത്രത്തോളം ഉണ്ട് നമ്മുടെ ഷുഗർ ലെവൽ നമ്മൾ ടെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഉപകരണം തന്നെയാണ്. അപ്പൊ നമുക്ക് വീട്ടിൽ വെച്ച് ഇപ്പൊ ഓൾറെഡി ഷുഗർ ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ ഇപ്പൊ ഡെയിലി നോക്കണമെങ്കിൽ നോക്കാം, അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഇഷ്ടത്തിന് നമുക്ക് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്തൊക്കെ അറിയാനായിട്ട് സാധിക്കുന്നു. ഓക്കെ, ക്ലിയർ ആണോ? 3 എക്യുപ്മെന്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. നിങ്ങൾ വായിച്ചിട്ടില്ല. മിനി റോട്ടറി ഷേക്കർ, ട്രെയിഡമില്ല, ഗ്ലൂക്കോമീറ്റർ. പെട്ടെന്ന് വായിക്കാം കേട്ടോ. മൂന്ന് എക്യുപ്മെന്റ് ആണ്. പെട്ടെന്ന് വായിക്കുക.
വായിച്ചോ? 3 ഓക്കെ. നെക്സ്റ്റ് എക്യുപ്മെന്റ് നോക്കാം. ഇൻഫ്യൂഷൻ പമ്പ്. ഇൻഫ്യൂഷൻ പമ്പ് പിക്ചർ നോക്കാം കേട്ടോ. പിക്ചർ കണ്ടോ? എവിടെയെങ്കിലും നമ്മൾ കണ്ടതായിട്ട് സാമ്യം തോന്നുന്നുണ്ടോ? ഇൻഫ്യൂഷൻ പമ്പ് ശ്രദ്ധിച്ചു നോക്കാം കേട്ടോ. എവിടെയെങ്കിലും ഏകദേശം വേറെ ഏതെങ്കിലും ഒരു എക്യുപ്മെന്റ് ആയിട്ട് സാമ്യം ഉണ്ടോ? ഉണ്ട്. ഏതായിട്ടാണ് സാമ്യമുള്ളത്? ഒറ്റ നോട്ടത്തിൽ തന്നെ നോക്കുമ്പോൾ അറിയാൻ പറ്റുമല്ലോ ഏതായിട്ടാണ് സാമ്യമുള്ളത്. പിക്ചർ നോക്കാം കേട്ടോ. എല്ലാവരും ഇൻഫ്യൂഷൻ പമ്പ് നോക്കാം. പ്രൊജക്ടർ. ഓക്കെ. പ്രൊജക്ടർ ആയിട്ട് ചെറിയ ഇതുണ്ട്. നമ്മൾ പഠിച്ച ഏതെങ്കിലും എക്യുപ്മെന്റ് ആയിട്ട് സാമ്യം തോന്നുന്നുണ്ടോ? പഠിച്ച എക്യുപ്മെന്റ് ആയിട്ട്. സിറിഞ്ച് പമ്പ്. വേറെ ആർക്കും തോന്നിയില്ല? ഇതിനൊക്കെ മാത്രം തോന്നിയുള്ളൂ. സിറിഞ്ച് പമ്പായിട്ട് ചെറിയ സാമ്യമില്ലേ? ഉണ്ടോ? വേറെ ആർക്കും തോന്നിയില്ല സിറിഞ്ച് പമ്പായിട്ട് സാമ്യം? ഉണ്ട് അല്ലെ? സിറിഞ്ച് പമ്പിലെ വ്യത്യാസം എന്താണ്? പിക്ചർ നോക്കാട്ടോ. നമ്മൾ അങ്ങനെയൊക്കെ ഒന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പഠിച്ചു വെക്കൂ. സിറിഞ്ച് പമ്പിൽ എന്താണ് നമ്മൾ പറഞ്ഞത്? മെയിൻ ആയിട്ട് വലിയൊരു സിറിഞ്ച് ഉണ്ടാവും, അതിന്റെ താഴെ സെറ്റ് ചെയ്തിട്ടുണ്ടാകും അല്ലെ? ഇവിടെ സിറിഞ്ച് ഇല്ല. അപ്പൊ അങ്ങനെ ഒന്ന് പഠിച്ചു വെക്കുക. സിറിഞ്ച് പമ്പിൽ വലിയൊരു സിറിഞ്ച് ആണ്. അതുപോലെ തന്നെ ഇരിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ് ഇൻഫ്യൂഷൻ പമ്പ്. ഓക്കെ. പിക്ചർ ഐഡന്റിഫൈ ചെയ്യാൻ ഓക്കെ ആണല്ലോ? മനസ്സിലായോ? സിറിഞ്ച് പമ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ചെറിയൊരു എക്യുപ്മെന്റ് ആണ്, വലിയൊരു സിറിഞ്ച് അതിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇൻഫ്യൂഷൻ പമ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇൻഫ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഒരു എക്യുപ്മെന്റ് ആണ്, പക്ഷെ സിറിഞ്ച് അതിൽ കണക്റ്റഡ് അല്ല. ഓക്കെ. നോക്കാം. An infusion pump inject fluids, medications of nutrients into a patient's circulatory system. Patients in the circulatory system ഇൻഫ്യൂഷൻ പമ്പിലൂടെ ഇൻജക്ട് ചെയ്യുന്നു. എന്തൊക്കെയാണ്? ഫ്ലൂയിഡ്സും അതുപോലെ തന്നെ മെഡിക്കേഷൻസ്, ന്യൂട്രീഷൻസ് ഒരു രോഗിയുടെ സർക്കുലറി സിസ്റ്റം. സർക്കുലറി സിസ്റ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ? സർക്കുലറി സിസ്റ്റം മലയാളത്തിൽ എന്താ പറയാ? ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടില്ലേ? ബയോളജി ക്ലാസ് ഒക്കെ ഓർമ്മയുണ്ടോ? ഉറങ്ങിയിരുന്ന ക്ലാസ്സുകളായിരിക്കും അല്ലെ? ബ്ലഡ് ആൻഡ് ബ്ലഡ് വെസൽസ്, അതായത് നമ്മളുടെ രക്തചംക്രമണ വ്യവസ്ഥകളും അല്ലെ? നമ്മുടെ രക്തത്തിലൂടെ നമ്മുടെ വെയിനിലൂടെയൊക്കെ നമ്മൾ കടത്തിവിടുകയെ അത് തന്നെ. അപ്പോ ഫ്ലൂയിഡ്സിനെയും അതുപോലെ തന്നെ എന്തൊക്കെയാണ്? ദ്രാവകങ്ങള്, മരുന്നുകള്, പോഷകങ്ങള് എന്നിവ ഇൻഫ്യൂഷൻ പമ്പിലൂടെയാണ് നമ്മൾ ഇൻജക്ട് ചെയ്ത് പേഷ്യൻസിലേക്ക് എത്തിക്കുന്നത്. It is commonly used intravenously, although subcutaneous, arterial, and sometimes used for epidural infusion. എന്താ പറയുന്നത്? Commonly used intravenously. Intravenously എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ? ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അടയാളപ്പെടുത്തിക്കോളൂ കേട്ടോ. ഫസ്റ്റ് സെന്റൻസ് അടയാളപ്പെടുത്താം. ആൻഡ് ഇൻഫ്യൂഷൻ പമ്പ് അതൊന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. Infusion pump injects fluids, medications, or nutrition into a patient. Then, vein vadi. It is commonly used intravenously, although subcutaneous. In the intravenously, intravenously. ഇൻട്രാവീനിയസ്ലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മളുടെ ഞരമ്പിലൂടെയൊക്കെ നമ്മൾ അഡ്മിറ്റഡ് ആകുമ്പോൾ നമ്മുടെ കയ്യില് ഞരമ്പിലൂടെയല്ലേ നമ്മള് ഒരു സൂചിയൊക്കെ കുത്തിക്കൊണ്ട് അതിലൂടെയല്ലേ നമുക്ക് മെഡിസിൻ വരുന്നത്. മെഡിസിൻ നമുക്ക് ട്രിപ്പ് വഴി അങ്ങനെ മെഡിസിൻ കിട്ടുന്നത്. Then although subcutaneous and arterial, sometimes used for epidural infusion. എന്താ epidural എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? ആർട്ടീരിയൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈ ബ്ലഡ് വെസൽസ് വഴിയൊക്കെ. സബ്ക്യൂട്ടേനിയസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ? സബ്ക്യൂട്ടേനിയസ് നമ്മുടെ സ്കിന്നിലൂടെയാണ്. സ്കിന്നിന്റെ ലെയർ, സ്കിന്നിന്റെ സ്കിന്നിലൂടെ അല്ലെങ്കിൽ സംടൈംസ് യൂസ്ഡ് ഫോർ എപ്പിഡ്യൂറൽ ഇൻഫ്യൂഷൻ. എപ്പിഡ്യൂറൽ എന്താ? എപ്പിഡ്യൂറൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പിഡ്യൂറൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ നമ്മൾ അനസ്തേഷ്യ മെഡിസിൻസ് ഒക്കെ നൽകിയേ അത്തരത്തിലുള്ള മെഡിസിൻസ് ആണ് കേട്ടോ. എപ്പിഡ്യൂറൽ അനസ്തേഷ്യക്ക് നൽകില്ലേ അത്തരത്തിലുള്ള മെഡിസിൻസ്. അനസ്തേഷ്യ അതുപോലെ നമ്മൾ അനസ്തേഷ്യ കൊടുക്കുന്നത് എവിടെയാണ്? അനസ്തേഷ്യ നൽകുന്നത് എവിടെയാണ്?
നട്ടെല്ലാണ് അല്ലെ, പോളിസൂഷിക് നാഡി നമ്മുടെ നട്ടെല്ലിലൂടെയോ അല്ലെങ്കിൽ ആ ഭാഗത്തൊക്കെ നൽകുന്ന എപ്പിഡ്യൂറൽ ഇൻഫ്യൂഷൻ മരുന്നുകൾ, അതിനെയാണ് നമ്മൾ എപ്പിഡ്യൂറൽ എന്ന് പറയുന്നത്. അനസ്തീഷ്യ സൈഡിൽ വേണമെങ്കിലും എഴുതിയിട്ടുള്ളൂ കേട്ടോ, അനസ്തീഷ്യ അനസ്തീഷ്യ. അനസ്തേഷ്യാണ് എഴുതിയിട്ടുള്ളൂ കേട്ടോ, ഇനി നാളെ നോക്കുമ്പോ ചിലപ്പോ മനസ്സിലാവില്ല. ഓക്കെ, അപ്പോൾ കോമൺലി യൂസ്ഡ് ഇൻട്രാവീനിയസ് ഓൾദോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻട്രാവീനിയസ് മാത്രമല്ല എങ്കിലും എന്നൊക്കെ ഉള്ളൊരു മീനിങ്. അതുപോലെ തന്നെ നമ്മൾ പറയില്ലേ സബ്ക്യൂട്ടേനിയസ് ആർട്ടീരിയൽ ആയിട്ട് ഉപയോഗിക്കാം. ദെൻ എപ്പിഡ്യൂറൽ ഇൻഫ്യൂഷൻ പമ്പ് നമ്മൾ ഉപയോഗിക്കുന്നു. പിക്ചർ ഐഡന്റിഫൈ ചെയ്യാൻ പഠിക്കണം കേട്ടോ. പിക്ചർ എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യേണ്ടത്? സിറിഞ്ച് പമ്പിന്റെ ഏകദേശം ഒരു പിക്ചർ തന്നെയാണ്. സിറിഞ്ച് പമ്പില് അടിയിലൊന്നും സിറിഞ്ച് സെറ്റ് ചെയ്തിട്ടുണ്ടാകും അല്ലെ, ഇൻഫ്യൂഷൻസിൽ സിറിഞ്ച് ഇല്ല. അങ്ങനെ ഒന്ന് ഐഡന്റിഫൈ ചെയ്യാം. പ്രൊജക്ടർ എങ്കിൽ പ്രൊജക്ടർ കേട്ടോ, പ്രൊജക്ടർ പോലെ കുറച്ചു പേർക്ക് തോന്നി കാണാം. അപ്പൊ അങ്ങനെയെങ്കിൽ അങ്ങനെ തന്നെ ഒന്ന് മനസ്സിലാക്കി വെക്കാൻ വേണ്ടി നമ്മളുടേതായിട്ടുള്ള രീതിയിൽ ഏതെങ്കിലും ഒക്കെ കണക്ട് ചെയ്തിട്ട് പഠിച്ചു വെക്കാം. അപ്പൊ നമുക്ക് ഒരിക്കലും മറക്കില്ല. അങ്ങനെ പഠിക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ, നിങ്ങൾക്ക് പഠിക്കാനും എളുപ്പമാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞു സെൻട്രിഫ്യൂജ് ഏതായിരുന്നു ഓർക്കുന്നുണ്ടോ? മറന്നുപോയോ? സെൻട്രിഫ്യൂജ് ഏതായിരുന്നു എക്യുപ്മെന്റ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്? വാഷിംഗ് മെഷീൻ അല്ലെങ്കിൽ ചിലവർക്ക് ഓവൻ പോലെയൊക്കെ തോന്നി എന്നൊക്കെ പറഞ്ഞു അല്ലെ. എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ. അപ്പൊ അത് നമ്മളുടേതായ രീതിക്ക് നമ്മൾ പഠിച്ചു വെക്കുക കേട്ടോ, സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇനി നെക്സ്റ്റ് എക്യുപ്മെന്റ് എക്സ്റേ. പിക്ചർ അറിയാലോ, എക്സ്റേ എടുക്കുന്നത് പിക്ചർ ശ്രദ്ധിക്കാം. നമുക്കറിയാം എക്സ്റേ എടുക്കുന്നത് എപ്പോഴൊക്കെയാണ് എക്സ്റേ എടുക്കുന്നത്? എന്താ അസുഖം വന്നാലും എക്സ്റേ എടുക്കാറുണ്ടോ? പനി വന്നിട്ടുണ്ടെങ്കിൽ പോയി എക്സ്റേ എടുക്കാൻ പറയോ? ബോൺ ബ്രേക്ക്, ഓക്കെ, എല്ലുകൾ ഒടിയുമ്പോഴോ അങ്ങനെ വീഴ്ചകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കൂടുതലും എക്സ്റേ എടുക്കുന്നത് അല്ലെ. എക്സ്റേ is a swift pain-free procedure that is done to make image of the structure within the body, especially the bones അല്ലെ. പല റീസൺസ് കൊണ്ട് നമുക്ക് എക്സ്റേ എടുക്കാറുണ്ട്. മെയിൻ ആയിട്ട് പറയണമെങ്കിൽ ശരീരത്തിനുള്ളിലെ ഘടനകൾ അല്ലെങ്കിൽ അസ്ഥികൾ, എക്സ്പെഷ്യലി ഫോർ ബോൺസ്, അസ്ഥികൾ ഒടിയുകയോ അസ്ഥികൾക്ക് എന്തെങ്കിലും സംഭവിക്കുമ്പോഴൊക്കെയാണ് നമ്മൾ എക്സ്റേ ചെയ്ത് നോക്കുന്നത്. എക്സ്റേ സ്വിഫ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയാ? സ്വിഫ്റ്റ് ഒരു പ്രക്രിയയാണ്, ഒരു പ്രോസസ് എന്നൊക്കെ ഉള്ളൊരു ടേം തന്നെയാണല്ലോ സ്വിഫ്റ്റ്. ആദ്യമായിട്ട് കേൾക്കുകയാണോ സ്വിഫ്റ്റ്? ഒരു പ്രോസസ് ആണെന്നത് അല്ലെ, ഒരു പ്രോസസ് ആണ്. പേഷ്യന്റിനെ നമ്മൾ അവിടെ കിടത്തിക്കൊണ്ട് ചെയ്യുന്ന ഒരു പ്രോസസ് ആണ് എക്സ്റേ. ഓക്കെ, എക്സ്റേ സിമ്പിൾ ആണല്ലോ. സ്വിഫ്റ്റ് കാറ്, ഓക്കെ, അപ്പൊ തന്നെ കണക്ട് ചെയ്തു അല്ലെ. സ്വിഫ്റ്റ് ഒരു പ്രക്രിയ ആണ് കേട്ടോ. നെക്സ്റ്റ് വൺ CT സ്കാൻ. CT സ്കാൻ എന്ത്? CT സ്കാൻ കേട്ടിട്ടുണ്ടോ? നമ്മള് CT സ്കാനെ കുറിച്ച് കേട്ടിട്ടുണ്ടാകും അല്ലെ. ചെയ്തവരുണ്ടാരെങ്കിലും CT സ്കാൻ ചെയ്തിട്ടുണ്ട്? ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പൊ നമ്മളുടെ അറിവിലാർക്കെങ്കിലും CT സ്കാൻ ഒക്കെ ചെയ്തതായിട്ടൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. നമ്മൾ കണ്ടിട്ടില്ല എങ്കിലും നമുക്കൊരു ചെറിയ ഏകദേശം അറിവൊക്കെ നോക്കാം. CT സ്കാൻ a computed tomography scan. Computed tomography കേട്ടോ, computed tomography scan അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. computed tomography scan. CTയുടെ ഫുൾ ഫോം ആണ് കമ്പ്യൂട്ടർ ടോമോഗ്രഫി. നമ്മളെപ്പോഴും CT സ്കാൻ തന്നെയല്ലേ പറയാറ്. അപ്പോ അതിന് കമ്പ്യൂട്ടർ ടോമോഗ്രഫി എന്ന് കൂടി ഉണ്ട്, അണ്ടർലൈൻ ചെയ്യാം. Utilizes computer processed combination of many X-ray measurements taken from various angles to make cross-sectional images of a particular areas of a scanned objects. നമ്മൾ ഈ CT സ്കാൻ ചെയ്യുന്നത് എപ്പോഴൊക്കെയാണ് അറിയാമോ നിങ്ങൾക്ക്? അതായത് നമ്മുടെ ഇന്നർ ബോഡി പാർട്സ്, നമ്മുടെ ആന്തരിക അവയവങ്ങൾക്ക് അല്ലെങ്കിൽ ടിഷ്യൂകൾ, അവയുടെ ഘടനയെ കുറിച്ച് അല്ലെങ്കിൽ ആന്തരിക അവയവങ്ങൾക്ക് ഇപ്പൊ എന്തെങ്കിലും വീഴ്ചകളിലൊക്കെ ഇപ്പൊ തലക്ക് എന്തെങ്കിലും പരിക്കൊക്കെ പറ്റിയിട്ടുണ്ടോ, അല്ലെങ്കിൽ നമ്മളുടെ ബ്രെയിനിന് എന്തെങ്കിലുമൊക്കെ പറ്റിയിട്ടുണ്ടോ, അങ്ങനെ നമ്മുടെ ബോഡിയിലുള്ള ഉള്ളിലുള്ള എല്ലാ അവയവങ്ങളും നോക്കട്ടോ. അപ്പൊ നമ്മളുടെ ബോഡിയിലെ ആന്തരിക അവയവങ്ങൾക്ക് എന്തെങ്കിലും ഇന്റേണൽ ഓർഗൻസിനൊക്കെ എന്തെങ്കിലും പരിക്കുകളോ മറ്റും സംഭവിച്ചിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനാണ് നമ്മൾ CT സ്കാൻ ചെയ്യുന്നത്. ഇനി ഈ CT സ്കാൻ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ്റേയും അതുപോലെ തന്നെ കമ്പ്യൂട്ടറും കൂടി രണ്ടും കൂടി മിക്സപ്പ് ചെയ്തിട്ടാണ് നമ്മൾ
ചെയ്യുന്നത്. എക്സ്റേയും അതുപോലെ തന്നെ കമ്പ്യൂട്ടറും ഉപയോഗിച്ചിട്ട് ഒരു 3D ഇമേജ് ആണ് ഉണ്ടാക്കുന്നത്. ആ 3D ഇമേജിലൂടെയാണ് നമ്മൾ ഇതിനുള്ള പരിക്കുകൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. Then X-ray measurement taken from various angles to make cross-sectional image. അതായത് സ്കാൻ ചെയ്ത വസ്തു ഇപ്പൊ നമ്മളുടെ ഒരു തലക്കാണ് എന്തെങ്കിലും തലയിടിച്ചിട്ടുള്ള ഒരു വീഴ്ചയാണെങ്കിൽ ഇപ്പൊ തലയ്ക്കുള്ളില് മീൻസ് ബ്രെയിനിലോ എന്തെങ്കിലും മറ്റ് സംഭവിച്ചിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആ ഒരു സ്കാൻ ചെയ്യുന്നത് നമ്മുടെ ആ തലയുടെ ഒരു പോർഷനല്ലേ. അപ്പോ ആ ഭാഗം ഏത് ഭാഗമാണോ നമ്മൾ സ്കാൻ ചെയ്യുന്നത് അതിന്റെ ക്രോസ് സെക്ഷൻ ഇമേജുകൾ എടുക്കുന്നത്. ക്രോസ് സെക്ഷൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ പല ആംഗിളിൽ നിന്നും അതിന്റെ ഇമേജസ് എടുത്തിട്ട് അത് ഒറ്റ കമ്പ്യൂട്ടറിൽ അത് മോണിറ്ററൈസ് ചെയ്തിട്ട് കാണാൻ പറ്റും. അപ്പൊ എല്ലാ ആംഗിളിൽ നിന്നും എടുക്കുമ്പോൾ എവിടെയാണ് കൃത്യമായിട്ട് പരിക്ക് സംഭവിച്ചിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതാണ് ക്രോസ് സെക്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ഡിഫറെന്റ് ആംഗിളിൽ നിന്നും ഒരു ആംഗിളിൽ നിന്നും മാത്രമല്ല ചെയ്യുന്നത്, ഡിഫറെന്റ് ആയിട്ടുള്ള ആംഗിളിൽ നിന്നും നമ്മൾ ഏത് അവയവത്തിനാണോ നമ്മൾ ചെയ്യുന്നത് ആ ഒരു അവയവത്തിന്റെ ക്രോസ് സെക്ഷണൽ ഇമേജ് ആണ് എടുക്കുന്നത്. ഓക്കെ, ഒറ്റ ആംഗിളിൽ നിന്ന് മാത്രം നോക്കുമ്പോൾ ചിലപ്പോൾ കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റില്ല. അതിനാൽ എന്ത് ചെയ്യും? ഡിഫറെന്റ് ആംഗിളിൽ നിന്നും നമ്മുടെ ക്രോസ് സെക്ഷണൽ ആയിട്ടുള്ള ഇമേജുകൾ എടുത്തിട്ട് അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കമ്പ്യൂട്ടറിൽ പ്രോസസ്സ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അതിന് സംയോജിപ്പിച്ചുകൊണ്ടാണ് എവിടെയാണ് പരിക്കുകൾ സംഭവിച്ചിരിക്കുന്നതെന്ന് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കി എടുക്കുന്നു. ഓക്കെ, then image of the particular areas of scanned object നമ്മൾ ആ ഒരു particular object വെച്ച് നോക്കുന്നു. Permitting user to observe inside the object without tearing. അതായത് നമ്മൾ എന്താണ് നമ്മൾ പ്രോസസ് ചെയ്ത ശേഷം അത് എന്ത് ചെയ്യുന്നു? ഇത് വസ്തുവിനെ കീറാതെ വിത്തൗട്ട് ടിയറിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വസ്തുവിനെ, അതായത് ആൾക്ക് വേറെ വസ്തുവിനെ കീറാതെ നിരീക്ഷിക്കുന്നതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല, പെയിൻലെസ് ആണ്, വേദന ഒന്നുമില്ല. CT സ്കാൻ ഒക്കെ ചെയ്യുമ്പോൾ യാതൊരു കുഴപ്പമില്ല. പേഷ്യന്റിന് വേറെ ബുദ്ധിമുട്ടോ അങ്ങനെ പേഷ്യൻസിന് നമ്മളൊന്നും ചെയ്യുന്നില്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഡിഫറെന്റ് ആംഗിളിൽ നിന്ന് പിക്ചർ എടുക്കുന്നത് മാത്രം, വേറെ ഒരു വേദന അനുഭവിക്കേണ്ടതോ അല്ലെങ്കിൽ ആ ഫിസിക്കൽ ആയിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒന്നും ഉണ്ടാക്കാതെ തന്നെയാണ് നമ്മൾ CT സ്കാൻ ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? മെയിൻ ആയിട്ട് പർപ്പസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആന്തരിക അവയവങ്ങളുടെ പരിശോധന. ഓക്കെ, വേണമെങ്കിൽ ഇവിടെ ഒന്ന് എഴുതി വെച്ചോളൂ കേട്ടോ. CT സ്കാനിന്റെ സൈഡിലായിട്ട് ഒന്ന് എഴുതിയിട്ടോളൂ. ടു പ്രൊവൈഡ്, ഒറ്റ വാക്കിലൊന്ന് എഴുതിയെടുക്കുക കേട്ടോ. CT സ്കാനിന്റെ അവിടെ തന്നെ ഒന്ന് ബ്രാക്കറ്റിൽ ഒന്ന് എഴുതിട്ടാ മതി. ടു പ്രൊവൈഡ് images of the inside of the body. നമ്മുടെ ബോഡിയുടെ ഇൻസൈഡ് ഉള്ളിലുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ ഇമേജസ് കിട്ടാൻ വേണ്ടിയിട്ട്. To provide images of the inside of body. ഓക്കെ, ഒറ്റ വാക്കിൽ നമുക്ക് വായിക്കുമ്പോൾ ക്ലിയർ ആവും കേട്ടോ. പിക്ചർ ഐഡന്റിഫൈ ചെയ്യാൻ നോക്കാം കേട്ടോ. To provide image of the inside of the body. നമ്മുടെ ബോഡിയിലെ ഉള്ളിലാണ് ഇൻസൈഡിലുള്ള അവയവങ്ങളുടെ ഇമേജ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ CT സ്കാൻ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇത് വായിച്ചിട്ട് ഇനി ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ അടുത്ത സെന്റൻസ് നോക്കിയാൽ മതി. ഓക്കെ, ഇൻസൈഡ് ദ ബോഡി, അതാണ് അതിന്റെ മെയിൻ പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, വായിച്ചു നോക്കാം കേട്ടോ. 3 വായിക്കാം. ഇൻഫ്യൂഷൻ പമ്പ്, എക്സ്റേ, CT സ്കാൻ. 3 എക്യുപ്മെന്റ് നമുക്ക് വായിച്ചിട്ട് വേണം അടുത്ത എക്യുപ്മെന്റിലേക്ക് പോകാൻ.
ഓക്കെ, കംപ്ലീറ്റ് ചെയ്തോ? നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് വൺ MRI. MRI കേട്ടിട്ടുണ്ടോ? MRI സ്കാനർ എന്നാണ് പറയാറ് നമ്മള്, അല്ലെ? ആണോ? MRI. MRIയുടെ ഫുൾ ഫോം നോക്കാട്ടോ ആദ്യം. മാഗ്നറ്റിക് റെസോണൻസ് ഇമേജിംഗ്. അണ്ടർലൈൻ ചെയ്യാം. MRI, മാഗ്നറ്റിക് റെസോണൻസ് ഇമേജിംഗ്. റെസോണൻസ് എന്ന് വെച്ചാൽ എന്താണ്? അനുരണനം, പ്രതിധ്വനി എന്നൊക്കെ ഉള്ള മലയാളം, പ്രോപ്പർ മലയാളം. പക്ഷെ അതായത് നമ്മളുടെ സ്കാനിങ് ആണ്, അല്ലെ? അതായത് നമ്മള് എന്താണ് ശരീരത്തിലെ നോക്കാം. Make sure of a large magnet and radio waves to observe organs structure inside the body. നമ്മളുടെ ശരീരത്തിലെ ഇൻസൈഡ് നമ്മുടെ ആന്തരിക അവയവങ്ങളുടെ ഘടനയും പ്രവർത്തനങ്ങളും എന്തിലൂടെയാണ്? മാഗ്നറ്റിക് ആൻഡ് റേഡിയോ വേവ്സിന്റെ സഹായത്തോടു കൂടി നമ്മുടെ ബോഡിയില്ല ഇൻസൈഡിലുള്ള സ്ട്രക്ചർ, നമ്മുടെ ആന്തരിക അവയവങ്ങളുടെ ഘടന കൃത്യമായിട്ട് പകർത്തിയെടുക്കുന്ന ഒരു സ്കാനിങ് രീതിയാണ് MRI എന്ന് പറയുന്നത്, അല്ലെ? MRI, CT MRI തമ്മിൽ മാറിപ്പോകരുത് കേട്ടോ, മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. CTയിൽ നമ്മൾ പറഞ്ഞത് എന്താണ്? ഡിഫറെന്റ് സെക്ഷനിൽ നിന്ന് നമ്മളുടെ എടുക്കുന്നു, ആന്തരിക അവയവങ്ങളുടെ പിക്ചർ എടുക്കുന്നു. MRI എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാഗ്നറ്റിക് ആണത്, അല്ലെ? മാഗ്നറ്റ് ആണ് റേഡിയോ വേവ്സിന്റെ കൂടി സഹായത്തോടു കൂടി ഇൻസൈഡ് ദ ബോഡിയിലെ ഒരു സ്കാനിങ് രീതിയാണ്. അപ്പൊ അത് മാറിപ്പോകരുത്. MRIയിൽ നമ്മൾ റേഡിയോ വേവ് ഉപയോഗിക്കുന്നു. അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. അപ്പൊ അത് പഠിക്കുമ്പോൾ തന്നെ അങ്ങനെ തന്നെ ഒന്ന് കണക്ട് ചെയ്ത് പഠിച്ചു പോകണം നിങ്ങൾ. ഓക്കെ, അപ്പൊ കൺഫ്യൂഷൻ ഉണ്ടാവില്ല. MRI എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാഗ്നറ്റിക് റിസോണൻസ് ഇമേജിങ്. സോ അവിടെ മാഗ്നറ്റും അതുപോലെ തന്നെ റേഡിയോ വേവ്സിന്റെ ഹെൽപ്പോട് കൂടിയിട്ട് ഇൻസൈഡ് ദ ബോഡി നമ്മളുടെ ആന്തരിക അവയവങ്ങളുടെ ഘടനയാണ് സ്കാനിങ് രീതി ചെയ്യുന്നത്. Healthcare professionals make use of MRI scans to diagnose various conditions that affect. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ആണ് MRI. എപ്പോഴാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എപ്പോഴാണ് നമ്മുടെ ഹെൽത്ത് കെയർ ഡോക്ടേഴ്സ് നമുക്ക് MRI ചെയ്യാനായിട്ട് നിർദ്ദേശിക്കുന്നത്? ഏതെല്ലാം സിറ്റുവേഷൻസിലാണെന്ന് കേട്ടോ നോക്കാം. ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്, നമ്മുടെ ബ്രെയിനിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നോക്കുന്നു. അതുപോലെ സ്പൈനൽ കോഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ? സ്പൈനൽ കോഡ് എന്താ മലയാളത്തിൽ പറയാം? നമ്മുടെ നാഡീ സംബന്ധമായിട്ടുള്ള നട്ടെല്ല്, സുഷുമ്നാ നാഡി എന്നൊക്കെ പറയും, അല്ലെ? ബോൺസ് ആൻഡ് ജോയിന്റ്സ്. ദെൻ ബ്രസ്റ്റ്, അതായത് നമ്മൾ ക്യാൻസർ ഒക്കെ നോക്കാൻ വേണ്ടിയിട്ട്, ഇപ്പൊ ബ്രസ്റ്റ് ക്യാൻസർ ഒക്കെ വരില്ലേ, അപ്പോൾ ബ്രസ്റ്റ് ക്യാൻസർ ഒക്കെ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ MRI ചെയ്യാറുണ്ട്. ഹാർട്ട് ആൻഡ് ബ്ലഡ് വെസൽസ്, നമ്മുടെ ഹൃദയവും അതുപോലെ തന്നെ സിരകള്, അല്ലെ? നമ്മളുടെ രക്തധമനികളും സിരകള്, ഇവയ്ക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതലായിട്ടും ഡോക്ടേഴ്സ് MRI ചെയ്യാനായിട്ട് നിർദ്ദേശിക്കുന്നത്. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഇനി ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് ഉപയോഗിക്കുന്നത് എക്സാമിന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അറിഞ്ഞിരിക്കണം. ഓക്കെ, അതിന്റെ ഫുൾ ഫോം ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ നമ്മൾ പറഞ്ഞു ഇൻസൈഡ് ദ ബോഡി, ബോഡിയുടെ ഉള്ളിലുള്ള ഘടനകളെയാണ് നമ്മൾ നോക്കുന്നത്. അത് മാഗ്നറ്റും അതുപോലെ തന്നെ റേഡിയോ വേവ്സിന്റെയും സഹായത്തോടു കൂടി. ഓക്കെ, പിക്ചർ നോക്കാമല്ലോ. ഏകദേശം CT സ്കാൻ ഒക്കെ ആയിട്ട് തന്നെ റിലേറ്റഡ് ആണ് കേട്ടോ. നെക്സ്റ്റ് എക്യുപ്മെന്റ് ആണ് ഓട്ടോക്ലേവ്. എന്ത് ഓട്ടോക്ലേവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ചാപ്റ്ററിൽ പഠിച്ചതായിട്ട് ഓർക്കുന്നുണ്ടോ? എവിടെയൊക്കെ പഠിച്ചിട്ടുണ്ട്, അല്ലെ?
കൃത്യമായിട്ട് ഓർക്കുന്നുണ്ടാവില്ല അല്ലെ? ശുദ്ധിയാക്കല് ഓട്ടോക്ലേവ്. CSSB പഠിച്ചിട്ടുണ്ടല്ലോ നിങ്ങള്. സ്റ്റെറിലൈസേഷൻസില് കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട് അല്ലെ? അപ്പോ ഇൻസ്ട്രുമെന്റ് ക്ലീൻ ആക്കാനാണ് നമ്മൾ ഓട്ടോക്ലേവ്. CSSB പഠിച്ചിട്ടില്ലേ ഓട്ടോക്ലേവ് എന്താണെന്ന്? പഠിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഓർക്കുന്നുണ്ടല്ലോ. ഓക്കെ, നോക്കാം. അതായത് ഒരു സ്റ്റെറിലൈസ്ഡ് പ്രോസസ്സ് തന്നെയാണ് അല്ലെ? അതായത് ഒരു ഉയർന്ന മർദ്ദം, ഹൈ ടെമ്പറേച്ചർ ഉപയോഗിച്ചുകൊണ്ട് സൂക്ഷ്മാണുക്കളെയൊക്കെ നശിപ്പിക്കുന്നത്. നമ്മൾ മെഡിക്കൽ എക്യുപ്മെന്റ്സുകളിൽ നമ്മളത് ക്ലീൻ ചെയ്യാനൊക്കെയാണ് ഓട്ടോക്ലേവ് ഉപയോഗിക്കുന്നത്. നിങ്ങൾ CSD ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതുകൊണ്ട് ഞാൻ അധികം പറയാനുള്ള അതിനെ കുറിച്ച് നോക്കാം. ഓട്ടോക്ലേവ്. An autoclave is a medical device that uses high temperature, steam and pressure to destroy microorganisms such as bacteria, virus, fungus and spores on items that are put inside its pressure vessels. അല്ലെ? അപ്പോൾ എന്താണ് ഈ സ്പോർസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ബീജകോശങ്ങൾ കേട്ടോ, ബീജകോശങ്ങൾ. ബാക്കി ഫംഗസ്, ബാക്ടീരിയ ഒക്കെ അറിയാലോ. അപ്പൊ ഇങ്ങനെയുള്ള സൂക്ഷ്മാണുക്കളെയൊക്കെ നശിപ്പിക്കാനായിട്ടാണ് നമ്മൾ ഓട്ടോക്ലേവ് ചെയ്യുന്നത് അല്ലെ? അതായത് നമ്മൾ സ്റ്റെറിലൈസ് ഒക്കെ ചെയ്യുന്ന ഒരു പ്രോസസ്സ് തന്നെയാണ്. Autoclaves are commonly used as steam sterilizers in healthcare. Steam sterilizers ആയിട്ടാണ് ഹെൽത്ത് കെയറിൽ ഉപയോഗിക്കുന്നത്. Then എവിടേക്കാണ് ഉപയോഗിക്കുന്നത്? ഹോസ്പിറ്റലിലെ ഓട്ടോക്ലേവ്. പെട്ടെന്ന് പറയാട്ടോ, നിങ്ങൾ നോക്കണ്ട, നിങ്ങൾ CSSD പഠിച്ചിട്ടുണ്ടാവുമല്ലോ. എവിടേക്കാണ് നമ്മൾ ഓട്ടോക്ലേവ് അല്ലെങ്കിൽ സ്റ്റെറിലൈസ് ഉപയോഗിക്കുന്നത്? ലാബ്, ഓപ്പറേഷൻ തിയേറ്ററിൽ ഉപയോഗിക്കാറുണ്ട്. ICU, ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയിലൊക്കെ ഉപയോഗിക്കും അല്ലെ? നോക്കാം. അപ്പൊ അത് ജസ്റ്റ് അണ്ടർലൈൻ ചെയ്ത് പോകാം കേട്ടോ. ഹെൽത്ത് കെയർ, ലബോറട്ടറി, ഫുഡ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസ് ആസ് എ സ്റ്റീം സ്റ്റെറിലൈസർ. സ്റ്റീം സ്റ്റെറിലൈസർ ഉപയോഗിക്കുന്നത് ഹെൽത്ത് കെയറിൽ ഉപയോഗിക്കുന്നു. ലബോറട്ടറി ആൻഡ് ഫുഡ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസ്. ഓക്കെ, ഓട്ടോക്ലേവ് ക്ലിയർ ആണല്ലോ. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല. CSD പഠിച്ചു കഴിഞ്ഞവരാണ് നിങ്ങൾ അല്ലെ? രണ്ടെണ്ണം ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. MRIയും ഓട്ടോക്ലേവും വായിക്കാം. MRI and autoclave. Okay, complete ചെയ്തോ? ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് നോക്കാം. ഇൻക്യുബേറ്റർ പിക്ചർ നോക്കാം കേട്ടോ. ഇൻക്യുബേറ്റർ പിക്ചർ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമല്ലോ. ഇൻക്യുബേറ്റർ എന്താണെന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു എക്യുപ്മെന്റ് ആയിരിക്കാം ഇൻക്യുബേറ്റർ അല്ലെ? ഹോസ്പിറ്റലുകളിൽ നമ്മൾ ഇൻക്യുബേറ്റർ കാണാറുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? എസ്പെഷ്യലി ഫോർ ഇൻക്യുബേറ്റർ ആർക്ക് വേണ്ടിയിട്ടാണ്? നിയോനേറ്റ്സ്, ന്യൂബോൺസ് ബേബീസിന് വേണ്ടിയിട്ടാണ്. ഇൻഫന്റ് ബേബീസ്, ന്യൂബോൺ ബേബീസിന് വേണ്ടിയിട്ടാണ് ഇൻക്യുബേറ്റർ നമ്മൾ ഉപയോഗിക്കുന്നത്. എന്താണ് അതിന്റെ യൂസേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? പ്രീമേച്ചർ ബേബീസ് ആണ്. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഇൻക്യുബേറ്റർ ഉപയോഗിക്കുന്നത്? അതിന് എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടോ?
ഹ്യൂമിഡിറ്റി. ഓക്കെ, നോക്കാം കേട്ടോ. ഇൻഫന്റ് ഇൻക്യുബേറ്റർ ഒരു ടെമ്പറേച്ചർ ലഭിക്കാൻ വേണ്ടിയിട്ട് അല്ലെ നോക്കാം. An infant incubator is a small equipment commonly used in pediatric hospitals. പീഡിയാട്രിക്കിന് വേണ്ടിയിട്ടുള്ളതായത് കൊണ്ട് തന്നെ അത് കോമൺ ആയിട്ട് നമ്മൾ കണ്ടുവരുന്നത് പീഡിയാട്രിക് ഹോസ്പിറ്റൽസ്, ബർത്തിങ് സെന്റേഴ്സ് ആൻഡ് നിയോനേറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്സ്, NICU-ലും അതുപോലെ തന്നെ പീഡിയാട്രിക് ഹോസ്പിറ്റലുകളും ബർത്തിങ് സെന്റേഴ്സ്, അതായത് ഈ ഡെലിവറിക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ടുള്ള ഹോസ്പിറ്റൽസുകളൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനെയുള്ള ഹോസ്പിറ്റലുകളിലും അതുപോലെ തന്നെ NICU കുട്ടികളുടെ നിയോനേറ്റൽ ഇന്റൻസീവ് കെയറിലൊക്കെയാണ് ഇത് കൂടുതലായിട്ടും കാണുന്നത്. Possibly the most apparent function of an infant incubator is to safeguard infant during the earliest stage of life. ഇൻക്യുബേറ്ററിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏർലിയർ സ്റ്റേജ് ഓഫ് ലൈഫ്, ജീവിതത്തിന്റെ ആദ്യഘട്ടങ്ങളിൽ കുഞ്ഞുങ്ങളെ ഇൻഫൻസിനെ സംരക്ഷിക്കുക, സേഫ് ഗാർഡ് സംരക്ഷിക്കുക എന്നുള്ളതാണ് ഇൻക്യുബേറ്ററിന്റെ ധർമ്മം അല്ലെങ്കിൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതായത് മാസം തികയാറൊക്കെ പ്രസവിക്കുന്ന ഒരു കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതായത് ഇപ്പൊ ഒരു 6 മന്തിലോ 7 മന്തിലോ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഒക്കെ വന്നിട്ട് അപ്പൊ പെട്ടെന്ന് തന്നെ സിസേറിയൻ വഴി കുഞ്ഞുങ്ങളെ നമ്മൾ എടുക്കുന്ന ഒരു അവസ്ഥയുണ്ട്. സോ ആ കുഞ്ഞിന് ശരിയായിട്ടുള്ള അത് പുറത്തു വരാനായിട്ടുള്ള ടൈം ആയിട്ടില്ലയോ, അപ്പോ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് കൊണ്ടാകാം ചിലപ്പോൾ നേരത്തെ ഡെലിവറിക്ക് നടന്നത്. സോ അത്തരത്തിലുള്ള കുഞ്ഞുങ്ങളെ നമ്മൾ ഇൻക്യുബേറ്ററില് അവർക്ക് വേണ്ട ആവശ്യമായിട്ടുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു ഊഷ്മാവ് അതിലൂടെ നൽകുന്നു. അത് ചിലപ്പോ 1 മാസം 2 മാസമൊക്കെ അത് നോർമൽ അവരുടെ ഒരു ബോഡി അതിനോട് പ്രതികരിക്കുന്നത് വരെ അവർ ഇൻക്യുബേറ്ററിൽ വെച്ചിട്ട് സംരക്ഷണം നൽകുന്നു. ഇത് മെയിനായിട്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, ന്യൂബോൺസിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് NICU-ലും പീഡിയാട്രിക് ഹോസ്പിറ്റലുകളിലും ബർത്തിങ് സെന്റേഴ്സിലൊക്കെയാണ് ന്യൂബോൺ ഇൻക്യുബേറ്റർ നമ്മൾ കാണുന്നത്. ക്ലിയർ ആണോ? ഇൻക്യുബേറ്റർ പിക്ചർ നോക്കാം, ഐഡന്റിഫൈ ചെയ്യാമെന്ന് പഠിച്ചു വെക്കാം. ഇൻക്യുബേറ്റർ ഓക്കെ, ക്ലിയർ ആണോ? ഇൻക്യുബേറ്റർ നമുക്കറിയാവുന്ന ഒരു എക്യുപ്മെന്റ് ആണ് അല്ലെ, വലിയ ബുദ്ധിമുട്ടില്ല. ചൂട് നൽകുക, ഞാൻ പറഞ്ഞത് കൃത്യമായിട്ട് ഒരു ഊഷ്മാവ്, അവർക്ക് വേണ്ടുന്ന ഒരു ഊഷ്മാവ് നമ്മൾ ചൂടിലേക്ക് എടുത്തേക്കുന്നൊക്കെ പറയില്ലേ കുഞ്ഞിനെ, ആ ഒരു എക്യുപ്മെന്റ് കേട്ടോ. അതായത് അവർക്ക് സേഫ് ആവാൻ വേണ്ടി അവരുടെ ബോഡി ആ ഒരു കൃത്യമായിട്ടുള്ള ഒരു ഊഷ്മാവ് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതിനകത്ത് നമ്മൾ കൊടുക്കുന്നത് കുഞ്ഞുങ്ങളെ. പിന്നെ മെയിൻ ആയിട്ട് ഇതുപോലെ തന്നെ ഈ 6 മന്തിലും 7 മന്തിലൊക്കെ ഡെലിവറി ചെയ്യുന്ന അത്തരത്തിലുള്ള കുഞ്ഞുങ്ങളെ നമ്മൾ ഇൻക്യുബേറ്ററിലൊക്കെ കിടത്താറുണ്ട്. അതിനോട് അവരുടെ ആ ബോഡി അല്ലെ അവർക്ക് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് അത്. നെക്സ്റ്റ് നോക്കാം, മെഡിക്കൽ റെഫ്രിജറേറ്റർ. മെഡിക്കൽ റെഫ്രിജറേറ്റർ എന്തായിരിക്കും? എവിടെയൊക്കെയാണ് മെഡിക്കൽ റെഫ്രിജറേറ്റർ കണ്ടിട്ടുണ്ടോ? നോർമലി നമ്മളുള്ള ഫ്രിഡ്ജ് അത് തന്നെയാണ് അല്ലെ. ഫാർമസിയിൽ ഉണ്ടാവാറുണ്ട്, ലാബിലും ഫാർമസിയിലൊക്കെയാണ് കൂടുതൽ കാണുന്നത് അല്ലെ. മെഡിക്കൽ ഷോപ്സുകളിൽ ഉണ്ടാവാറില്ലേ? മെഡിക്കൽ ഷോപ്സുകളിലും ഉണ്ടാവാറുണ്ട് കേട്ടോ മെഡിക്കൽ റെഫ്രിജറേറ്റർ. നോക്കാം, മെഡിക്കൽ ഷോപ്പിലുണ്ട് മെഡിക്കൽ റെഫ്രിജറേറ്റർ. പിക്ചർ കണ്ട് ഐഡന്റിഫൈ ചെയ്യാലോ, നമ്മുടെ വീട്ടിലുള്ള ഫ്രിഡ്ജിന്റെ ഒക്കെ പോലെ തന്നെയാണ് അല്ലെ. മെഡിക്കൽ റെഫ്രിജറേറ്റർ ആർ particularly designed to meet the required temperature demand for safe vaccine storage. ചില മെഡിസിൻസുകൾ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് തന്നെ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് ഇല്ലേ, വാക്സിൻ സ്റ്റോറേജ്. അതായത് നമ്മൾ ചില മെഡിസിൻസ് ഫ്രിഡ്ജിൽ വെച്ച് തന്നെ നമ്മൾ ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട് അല്ലെ. അത് ഇപ്പോ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ആന്റിബയോട്ടിക്സ് അടക്കം ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കേണ്ടതാണ് ഇല്ലേ. ആന്റിബയോട്ടിക്സ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ആന്റിബയോട്ടിക്സ് ചിലത് ഇൻസുലിൻ, അതുപോലെ തന്നെയാണ് ഇൻസുലിൻ ആന്റിബയോട്ടിക്സ് ഒക്കെ തന്നെ ഇപ്പോ എന്താ പറയാ ചെറിയൊരു പൊടിയുടെ ഫോമിൽ കിട്ടില്ലേ ചെറിയ കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിൽ അത് മിക്സ് ചെയ്തിട്ട് നമ്മള് ഫ്രിഡ്ജിൽ വെക്കണമെന്ന് പറയും. ഇത്ര ദിവസം അത് കഴിക്കുന്നതിന് കുറച്ചു നേരം മുൻപ് മാത്രം പുറത്തെടുക്കാൻ പാടുള്ളൂ എന്ന് ഡോക്ടേഴ്സ് പറയാറുണ്ട് അല്ലെ. ദെൻ വാക്സിനുകൾ അല്ലെ, നമുക്ക് എടുക്കുന്ന വാക്സിനുകൾ, പിന്നെ നിങ്ങൾ പറഞ്ഞു ഇൻസുലിൻ, ഇതൊക്കെ നമ്മള് ഫ്രിഡ്ജിൽ വെച്ച് തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. അവർക്ക് ആ ഒരു ടെമ്പറേച്ചർ വേണം ആ മെഡിസിൻസിന്. അതുപോലെ തന്നെ ചില മെഡിസിൻസ് ഉണ്ട് ഈ കുഞ്ഞുങ്ങൾക്കൊക്കെ തന്നെ പനിയൊക്കെ കൂടുതലാണെങ്കിൽ നമ്മൾ സപ്രോസിൻ വെക്കാറുണ്ട് അല്ലെ. സപ്രോസിൻ കേട്ടിട്ടുണ്ടോ? ചെറിയൊരു ട്യൂബ് ഇതാണ് മെഡിസിൻ, ഒരു ട്യൂബ് മീൻസ് ഒരു മെഴുക് പോലത്തെ ഒരു മെഡിസിൻ അല്ലെ. അപ്പൊ അത് നമ്മള് കുഞ്ഞുങ്ങൾക്ക് വെക്കാറുണ്ട് രാത്രിയൊക്കെ.
അപ്പൊ അതും ഇതുപോലെ തന്നെ നമ്മൾ ഫ്രിഡ്ജിൽ തന്നെയാണ് സൂക്ഷിക്കേണ്ടത്. പനി കുടുംബം വെക്കുന്നത് അല്ലെ, സപ്രോസിലുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ചില മെഡിസിൻസുകൾ, എല്ലാ മെഡിസിനും ഇപ്പൊ നോർമലി ഉള്ള പാരസിറ്റാമോളും അങ്ങനെയുള്ള മെഡിസിൻ ഒന്നും ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല അല്ലെ. അപ്പോ അത്യാവശ്യം ഇത്ര ടെമ്പറേച്ചറിൽ വെക്കണം എന്നുള്ള മെഡിസിൻസ് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് തന്നെ സൂക്ഷിക്കണം. അതുകൊണ്ടാണ് ഹോസ്പിറ്റലുകളിലും ലബോറട്ടറിയിലും മറ്റും ഈ ഒരു മെഡിക്കൽ റെഫ്രിജറേറ്റർ ഉള്ളത്. With temperature ranges between 35 Farad to 46 Farad degree Celsius. അണ്ടർലൈൻ ചെയ്യാട്ടോ, എത്ര അളവിലാണ് നമ്മൾ ആ മെഡിക്കൽ റെഫ്രിജറേറ്റർ വെക്കേണ്ടത് ഹോസ്പിറ്റലിൽ. 35 to 46 ഡിഗ്രി ആയിരിക്കണം, അതിനുള്ളിലുള്ള ടെമ്പറേച്ചർ ആയിരിക്കണം ആ മെഡിക്കൽ റെഫ്രിജറേറ്റർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തിക്കോളൂ, എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എഴുതാലോ. These medical refrigerators will securely store a wide range. Wide range നല്ല രീതിയിൽ അത് സുരക്ഷിതമായിട്ട് മെഡിസിൻസ് സ്റ്റോർ ചെയ്യാനും സാധിക്കും. അത്യാവശ്യം നല്ല സ്പേസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് റെഫ്രിജറേറ്ററിന് അല്ലെ. നെക്സ്റ്റ് വാക്കർ. പിക്ചറിൽ നോക്കാം, വാക്കർ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമല്ലോ, എളുപ്പമാണ് അല്ലെ. A walker or walking frame, രണ്ടും പറയാട്ടോ, വാക്കർ എന്നും പറയാം, വാക്കിംഗ് ഫ്രെയിം എന്നും പറയാം. Is an instrument for elderly and disabled elderly people who require extra support to maintain balance or stability while they walk. അല്ലെ, പ്രായമായവർക്കും അതുപോലെ തന്നെ ഡിസബിൾഡ് ആയിട്ടവർക്കും, കാലിനൊക്കെ വൈകല്യങ്ങളൊക്കെ ഉള്ളവരുണ്ടാവില്ലേ, അങ്ങനെയുള്ളവർക്കും എക്സ്ട്രാ സപ്പോർട്ട് അല്ലെ, കാലൊടിഞ്ഞവർക്കോ അങ്ങനെ വൈകല്യങ്ങളൊക്കെ ഉള്ളവർക്കും അവർക്കൊരു തന്നെ ഒറ്റയ്ക്ക് ബാലൻസ് ചെയ്ത് നടക്കാൻ പറ്റാത്ത ആളുകൾ ഉണ്ടാവില്ലേ, ഒരു സപ്പോർട്ട് ആവശ്യമാണ് അല്ലെ. കാൽ ഒടിഞ്ഞാലും നടക്കാം. അതുപോലെ തന്നെ പ്രായമായവർക്കും കുറച്ചൊക്കെ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് ഉണ്ടാവില്ലോ, അതുപോലെ തന്നെ എന്തെങ്കിലും ജന്മനാ ഡിസബിലിറ്റി ഉള്ള ആളുകൾക്ക് ഉണ്ടാകാം. അപ്പോ ഒരു സപ്പോർട്ട് അവർക്ക് നടക്കണമെങ്കിൽ ഒരു സപ്പോർട്ട് ആവശ്യമാണെന്നുള്ള രീതിയിലുള്ളവർക്ക്, സ്റ്റേബിൾ ആയിട്ട് നടക്കാൻ പറ്റാത്തവരും അങ്ങനെയുള്ളവർക്കാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, വാക്കർ ഉപയോഗിക്കുന്നത്. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള എക്യുപ്മെന്റ് ആണ് അല്ലെ. വായിച്ചു നോക്കാം കേട്ടോ. ഇൻക്യുബേറ്ററും മെഡിക്കൽ റെഫ്രിജറേറ്ററും വാക്കറും ഒന്ന് വായിക്കുക, 3 വായിച്ചോ. ഓക്കെ, ക്ലിയർ ആണോ? നെക്സ്റ്റ് ഇനി ഒരു 4 എക്യുപ്മെന്റ്സും കൂടി ഉണ്ട്. ട്രാക്കിയോസ്റ്റോമി, ഫ്ലക്ചേഴ്സ്, കാർഡിയാക് മോണിറ്റർ, ദെൻ ഫ്രാക്ഷൻ. അത് കുറച്ച് കൂടുതലായിട്ട് പറഞ്ഞു തരാനുള്ള എക്യുപ്മെന്റ് ആണ്. അപ്പൊ നമ്മൾ ഇപ്പൊ എടുക്കാൻ ചിലപ്പോൾ അത് സ്പീഡിൽ പറഞ്ഞു പോകാൻ പറ്റുന്നൊന്നല്ല.
അടുത്ത ക്ലാസ്സിൽ എടുക്കാറ് മതിയോ? ദെൻ നമ്മൾ ഇത്ര എടുത്ത ഭാഗത്ത് നിന്നേ കുറച്ച് ഫുൾ ഫോമുകളൊന്നും എഴുതിയെടുക്കാനുണ്ട്. നെക്സ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞാൽ പോലെ, കാരണം ഇത് കുറച്ച് കൂടുതൽ പറയാനുണ്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട്. കാരണം നമുക്ക് അറിയാത്ത എക്യുപ്മെന്റ്സുകളാണ്. അപ്പോ ഇനിയിപ്പോ കുറച്ച് ടൈമല്ലേ ഉള്ളൂ. അപ്പൊ അത് ഓടിച്ച് സ്പീഡിൽ പറഞ്ഞു പോകാൻ പറ്റില്ല, കാരണം അത് മനസ്സിലാക്കി എടുക്കേണ്ട ഒന്നാണ്. ഓക്കെ, അപ്പോ ഇത്രയും എടുത്തിട്ട് നിങ്ങൾക്കും ബോറാക്കണമെന്ന് കരുതിയിട്ടാണ് കേട്ടോ. അപ്പോ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. നമ്മള് ഇപ്പോ 39 എക്യുപ്മെന്റ്സ് വരെ എടുത്തത്. അപ്പോ അതിനുള്ളിൽ വന്നിരിക്കുന്ന ഫുൾ ഫോമുകളൊന്നും ഞാൻ പറയാം, അതൊന്ന് നോട്ട് ചെയ്തിടാം കേട്ടോ. നിങ്ങൾ ഫുൾ ഫോം എഴുതാം കേട്ടോ. ഞാൻ അതിന്റെ ചെറിയ ഫോം മാത്രം പറയാം. റെഡിയാണോ എഴുതാനായിട്ട്? എക്സാം അല്ല കേട്ടോ, നിങ്ങൾ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കാനാണ്. ദെൻ നിങ്ങളത് പറ്റുന്ന ടൈം കിട്ടുന്നത് പോലെ അതിന്റെ ഫുൾ ഫോം എഴുതി വെച്ചേക്കുക, കാരണം ഇതിൽ നിന്ന് കുറച്ച് ഫുൾ ഫോമുകൾ വരുന്നുണ്ട്. ദെൻ അടുത്ത ദിവസം ഇതുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് എക്യുപ്മെന്റ്സിന്റെ വൺ വേർഡിൽ ഞാൻ നോട്ട്സ് തരാം. ഓക്കെ, അപ്പൊ ഈ ഒരു ചാപ്റ്റർ നമുക്ക് അങ്ങനെ പെട്ടെന്ന് പഠിക്കാം. ഓക്കെ, ഒന്ന് പെട്ടെന്ന് എഴുതിയെടുത്തോളൂ. ഫുൾ ഫോം നിങ്ങൾ എഴുതിയെടുത്തോളൂ കേട്ടോ. ഡീറ്റെയിൽ ആയിട്ടുള്ളത് നിങ്ങൾ എഴുതാം. AED, AED ഒന്നാമത്തെ എഴുതാ AED. എന്നിട്ട് അടുത്ത ദിവസം ഇതൊന്ന് നോട്ടിൽ കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ. എഴുതാട്ടോ അടുത്ത ദിവസം AED. ഓരോരുത്തരും കണ്ടുപിടിച്ചിട്ട് എഴുതി വെക്കുക. AED അറിയാവുന്നത് അപ്പൊ അങ്ങനെ എഴുതി പോയിക്കോളൂ. AED. Then BMI, BMI, BMI. ECG, അടുത്തത് ECG. പറയുന്നത് കേട്ട് കേട്ട് എഴുതാട്ടോ. പിന്നെ ചോദിക്കുമ്പോൾ ഞാൻ മറന്നു വിട്ടതേ. AED, പിന്നെന്തായിരുന്നു? BMI, ECG. ACLS, ACLS, ACLS. അടുത്തത് ALS, ALS, ACLS, ALS. Next COPD, COPD. COPD. COPD കഴിഞ്ഞാൽ EEG, EEG. കംപ്ലീറ്റ് ആക്കി നിങ്ങൾ എഴുതിക്കോളണം കേട്ടോ. അപ്പൊ ഞാൻ പേര് മാത്രം പറയാനുള്ള, ഷോർട്ട് ഫോം മാത്രം പറയാനുള്ളത് കംപ്ലീറ്റ് ചെയ്യാം. EEG. EMG, അടുത്തത് EMG, EMG. Then PFT, EMG കഴിഞ്ഞാൽ PFT, EMG, PFT. CT, CT സ്കാൻ എഴുതിക്കോളൂ കേട്ടോ. CT സ്കാൻ. CT സ്കാൻ. MRI, MRI. MRI. ഓക്കെ, നമ്മള് ഏകദേശം ഈ ഒരു ചാപ്റ്ററിൽ ഇനി അടുത്ത സെക്ഷനിലും 4 എണ്ണത്തിൽ വേറെ ഫുൾ ഫോമുകളൊന്നും വരുന്നില്ല. ഇത്രയുമാണ്. ടോട്ടൽ എത്ര ഫുൾ ഫോം ആയിട്ട് എഴുതിയത്? കൗണ്ട് ചെയ്യാമോ? ടോട്ടൽ ഇപ്പൊ എത്ര ഉണ്ടായും?
ഓക്കെ. 11, 12, 13 ഓരോരുത്തർക്കും പല എണ്ണമാണല്ലോ. ടോട്ടൽ എത്ര എണ്ണമാണ്? 11 ആണോ ശരിക്കും? ഓക്കെ. അപ്പൊ അത് കൃത്യമായിട്ട് പഠിക്കണം കേട്ടോ. ഇത്രയും തന്നെ ഫുൾ ഫോമുകൾ തന്നെ നമുക്ക് പഠിക്കാൻ വരുന്നുണ്ട്. ഓക്കെ. പിന്നെ ഈ ഫുൾ ഫോമുകൾ കൃത്യം എഴുതി വെക്കണോട്ടോ. അത് ഇങ്ങനെ മാത്രം എഴുതി വെച്ചിട്ട് കാര്യമില്ല. നിങ്ങളത് കംപ്ലീറ്റ് ആയിട്ട് എഴുതി വെക്കാം. എഴുതി വെക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ പഠിച്ചു പോകണം. കാരണം അത് ഇമ്പോർട്ടന്റ് ആണ്. ഒരു 11ഓളം ഫുൾ ഫോമുകൾ തന്നെ ഒരു ചാപ്റ്ററിൽ വരുന്നുണ്ട്. അപ്പൊ അത്രയും ഇമ്പോർട്ടന്റ് ആണത്. അതുകൊണ്ടാണ് ഞാൻ സമയം എടുത്തത് പറഞ്ഞു തന്നത്. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ ഒരു 4 എക്യുപ്മെന്റുകൾ കൂടിയാണ് നമുക്ക് നോക്കാനുള്ളത്. ദെൻ ആ 4 എക്യുപ്മെന്റുകളും അതുപോലെ തന്നെ കുറെ എക്യുപ്മെന്റുകൾ നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ. അപ്പൊ കുറച്ച് അറിയാത്ത എക്യുപ്മെന്റുകളിൽ നിന്നും ഒറ്റ വേർഡ്സിൽ നമുക്ക് ചെറിയൊരു ഒറ്റ വേർഡ്സിൽ പഠിക്കാൻ പറ്റുന്ന കുഞ്ഞു നോട്ട് പോലെ പ്രിപ്പയർ ചെയ്യാം. ഓക്കെ. ഇടുത്തത്ര ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ ആണോ എല്ലാവരും? Yes, ma'am. ഓക്കെ. Okay, ma'am. ബുദ്ധിമുട്ടില്ലാത്ത ചാപ്റ്റർ ആണ് അല്ലെ? വല്ല ബോറിംഗ് ഉണ്ടോ ഈ ഒരു ചാപ്റ്റർ? കുഴപ്പമൊന്നുമില്ലല്ലോ. വേറെ അധികം പഠിക്കാനൊന്നും ഇല്ല അല്ലെ? അപ്പോ ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ദെൻ ചെറിയ നോട്ട് പ്രിപ്പയർ ചെയ്ത് പറ്റുകയാണെങ്കിൽ പ്രിപ്പയർ ചെയ്ത് തരാം കേട്ടോ. ടൈം കിട്ടുന്നത് പോലെ ചെയ്യാം. അപ്പോ അടുത്ത നെക്സ്റ്റ് ക്ലാസ്സിൽ ആ ഫുൾ ഫോമുകൾ കംപ്ലീറ്റ് ചെയ്യണോട്ടെ എല്ലാവരും. എഴുതാ കംപ്ലീറ്റ് ചെയ്യുക. അത് പഠിക്കുകയും വേണം അതിനോടൊപ്പം തന്നെ. ഓക്കെ. നെക്സ്റ്റ് ക്ലാസ്സിൽ അടുത്ത പോർഷൻസ് എടുക്കാം. കൃത്യമായിട്ട് പഠിക്കുക കേട്ടോ. നിങ്ങൾ ഒത്തിരി എക്യുപ്മെന്റ്സുകളും കാര്യങ്ങളും ഉണ്ട്. അപ്പൊ ഈ ഒരു ചാപ്റ്റർ മാത്രമല്ല, 3rd, 4th മൊഡ്യൂളും കുറിച്ച് നമ്മൾ പറഞ്ഞു എഫോർട്ട് എടുത്ത് തന്നെ പഠിക്കാം. അപ്പൊ വീണ്ടും നിങ്ങൾ പറഞ്ഞത് ബോറാക്കണില്ല, നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയണത്. ഓക്കെ. ഇനി അവസാനം നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് പറ്റുന്ന ടൈം കിട്ടുന്നത് പോലെ പഠിച്ചു പോവുക. ഓക്കെ. Okay, thank you, ma'am. Thank you, ma'am. Thank you.